വെൽക്കം ടു എയ്സപ്പ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയിലെ നിവർത്തന പ്രക്ഷോഭം എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ചോദിക്കാറുണ്ട്. ഏത് വർഷമാണ്? 1932 ഏത് വർഷമാണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്? 1932. ഇനി നിവർത്തന പ്രക്ഷോഭത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. തിരുവിതാംകൂർ തിരുവിതാംകൂറിലെ ഈഴവർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ സഭയിലേക്കും, എവിടെയാണ്? തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ സഭയിലേക്കും അതേസമയം തന്നെ അവിടുത്തെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്കും, എവിടെയാണ്? സർക്കാർ ഉദ്യോഗങ്ങളിലേക്കും ജനസംഖ്യ ആനുപാതികമായിട്ട് പ്രാതിനിധ്യം അഥവാ സംവരണം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് എങ്ങനെ അറിയപ്പെടുന്നത്? നിവർത്തന പ്രക്ഷോഭം. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ആരൊക്കെ ചേർന്ന് നടത്തിയതാണ്? തിരുവിതാംകൂറിലെ ഈഴവർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും അവിടുത്തെ നിയമനിർമ്മാണ സഭയിലേക്കും അവിടുത്തെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്കും ജനസംഖ്യ ആനുപാതികമായി സംവരണമൊക്കെ അല്ലെങ്കിൽ പ്രാതിനിധ്യമൊക്കെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ്. ഇനി പ്രക്ഷോഭം നടത്തിയ സംഘടനയുടെ പേരാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. ഏതാ സംഘടന എന്ന് പറയുന്നത്? സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. ചോദിക്കാറുണ്ട്, നിവർത്തന പ്രക്ഷോഭം നടത്തിയ സംഘടനയുടെ പേരാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. ഇനി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരാണ്, അതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അതിലൊന്ന് നമ്മുടെ സി കേശവനാണ്. ആരാണ്? സി കേശവൻ. NV ജോസഫ് ഉണ്ട്. ആരാണ്? NV ജോസഫ്. AJ ജോൺ ഉണ്ട്. അതേസമയം TM വർഗീസ് ഉണ്ട്. പട്ടം താണുപിള്ളയുണ്ട്. ആരൊക്കെ? നമ്മൾ ഒരു വട്ടം കൂടെ നമ്മൾ പറയാണ്. സി കേശവൻ ഉണ്ട്, NV ജോസഫ് ഉണ്ട്, AJ ജോൺ ഉണ്ട്, TM വർഗീസ് ഉണ്ട്, പട്ടം താണുപിള്ളയുണ്ട്. ഈ നിവർത്തന പ്രക്ഷോഭത്തിന് നിവർത്തന എന്ന പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? IC ചാക്കോ ആണ്. ആരാണ്? IC ചാക്കോ. നിവർത്തന പ്രക്ഷോഭത്തിന് നിവർത്തന എന്ന പേര് നിർദ്ദേശിച്ചത് IC ചാക്കോ ആണ്. ഇനി അതേ സമയം ഓർത്തു വെക്കുക, നമ്മുടെ തിരുവിതാംകൂറിലെ ഒരു PSCയുടെ, അതായത് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭം കൂടിയാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇപ്പൊ എന്നാ തിരുവിതാംകൂറിൽ ഒരു PSC രൂപീകരിക്കപ്പെടുന്നത്? 1936. പിന്നീട് ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ് 1956 എന്ത് വരുന്നത്? നമ്മുടെ കേരള PSC നിലവിൽ വരുന്നത്. അപ്പൊ കേരള PSC നിലവിൽ വരുന്നത് 1956. തിരുവിതാംകൂർ PSC നിലവിൽ വന്ന വർഷമാണിത് 1936 എന്ന് പറയുന്നത്. അതേസമയം ഓർത്തു വെക്കുക, 1935 ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1935 സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നത്. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവിന്റെ പേര് ചോദിക്കാറുണ്ട്. സി കേശവനാണ്. സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വർഷം ചോദിക്കാറുണ്ട്. 1935. അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർക്കെതിരെയായിരുന്നു അദ്ദേഹം കോഴഞ്ചേരിയിൽ വെച്ചൊരു പ്രസംഗം നടത്തുന്നത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുന്നു. അതേസമയം ഓർത്തു വെക്കുക, നിവർത്തന പ്രക്ഷോഭത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയ, അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നാവ് ജിഹ്വ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ പേരാണ് എന്ത്? കേരള കേസരി എന്ന് പറയുന്നത്. ഏത് പത്രമാണ്? കേരള കേസരി. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തെ പിന്തുണച്ച പത്രം ചോദിക്കാറുണ്ട്. അത് കേരള കേസരിയാണ്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ടത്, ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുള്ളതാണ്. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1932. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേര് ചോദിക്കാറുണ്ട്. സി കേശവനുണ്ട്, NV ജോസഫ് ഉണ്ട്, AJ ജോൺ ഉണ്ട്, TM വർഗീസ് ഉണ്ട്, പട്ടം താണുപിള്ളയുണ്ട്. നിവർത്തന എന്ന പേര് നിർദ്ദേശിച്ചത് IC ചാക്കോ ആണ്. 1936 തിരുവിതാംകൂറിൽ ഒരു PSC രൂപീകരിക്കുന്നത്. 1956 ഇത് കേരള PSC ആയിട്ട് മാറുന്നു. 1935 സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം ഇതുമായി ബന്ധപ്പെട്ടതാണ്. നിവർത്തന പ്രക്ഷോഭത്തെ പിന്തുണച്ച പത്രം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കേരള കേസരിയാണ്. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.